നമസ്കാരം. ലൈഫ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. നമ്മുടെ അതിഥി ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതി. നമുക്ക് ഈ എപ്പിസോഡിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സാർ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത്, ഞാനൊരു അമ്പലത്തിലെ പൂജാരിയാണ്. എനിക്ക് ആകപ്പാടെ കുടുംബ ഷെയറായി കിട്ടിയത് 2.5 സെന്റ് വസ്തുവാണ്. ഈ 2.5 സെന്റ് വസ്തുവിൽ വീട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വസ്തുവിൽ വീട് വെക്കുമ്പോൾ വാസ്തു അനുസരിച്ചുള്ള രീതിയിൽ വീട് വെക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വാസ്തു നോക്കി വീട് വെക്കാനായിട്ട് പ്ലാൻ വരയ്ക്കുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് എന്നുള്ളതാണ്. 2.5 സെന്റ് ഇപ്പോൾ ഒരു 2.5 സെന്റ് ആയിരുന്നാലും 1.5 സെന്റ് ആയിരുന്നാലും നമുക്ക് അതിൻ്റെ വാസ്തു നിർമ്മിതി കഴിയുന്നത് ഒരു 90% അതിനകത്ത് ഒപ്പിച്ച് വീട് വയ്ക്കാൻ സാധിക്കും. പക്ഷേ വിശാലമായ മറ്റുള്ള കണക്കുകളൊന്നും തന്നെ അതിനകത്ത് ഉണ്ടാകില്ല. ഉദാഹരണം, ഇപ്പോൾ 2.5 സെന്റിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. 2.5 സെന്റിൻ്റെ വീട് പണിയുമ്പോൾ നമുക്ക് അതിൽ പ്ലാൻ തന്നെ 3 നിലയ്ക്കായിട്ട് വാങ്ങിക്കും. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്. അപ്പം താഴെ അടുക്കളയും ഒരു ഡൈനിങ് ഹാളും മാത്രമേ, സിറ്റ് ഔട്ടോ ഡൈനിങ് ഹാളും ഇത്ര മാത്രമേ താഴെ ഉള്ള സൗകര്യമുണ്ടോ. പിന്നെ ബാക്കി സ്റ്റെയറാണ്. സ്റ്റെയർ നേരെ കയറി ബെഡ്റൂമിലൊക്കെ 2-ലും 3-ലോട്ട് ക്രമീകരിക്കും. അപ്പോൾ അതിനും ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ട 1-2 കാര്യങ്ങൾ സെപ്റ്റിക് ടാങ്കാണ്. ഒരുപാട് ആൾക്കാർക്ക് പറ്റിയ ഒരു കുഴപ്പമുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ എല്ലാവർക്കും തന്നെ വാഹനം ഇല്ലാത്തവരായിരുന്നില്ല. അപ്പോൾ ഇവർ ഈ ഉള്ള സ്ഥലത്ത് തന്നെ ഒരു കാർ പോർച്ച്, തെക്ക് കിഴക്കേ ഭാഗത്തോ അല്ലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കാർ പോർച്ച് എടുത്തിട്ട് ഈ കാർ പോർച്ചിനകത്ത് കൊണ്ട് സെപ്റ്റിക് ടാങ്ക് കൊടുക്കും. അപ്പോൾ കാർ പോർച്ചിനകത്ത് തന്നെ വീട്ടിനകമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ നമ്മുടെ വാസ്തു മണ്ഡലമായിട്ട് വരും. ഇതുപോലെ ദോഷം വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മടത്തരൊന്നും കാണിക്കരുത്. നമുക്കിപ്പോൾ കാർ ഇടത്തൊക്കെ സൗകര്യത്തിൽ വരെ ചെയ്യാതിരിക്കാം. പക്ഷേ എങ്കിലും നമുക്ക് അതിനകത്ത് സെപ്റ്റിക് ടാങ്ക് കൊടുക്കരുത്. പിന്നെ എവിടെ വരാം? നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുറച്ച് ഒഴുക്കിയിട്ടെക്കുക. നമുക്ക് വീടിൻ്റെ 4 ഭാഗത്തേക്കും സെപ്റ്റിക് ടാങ്ക് കൊടുക്കുന്ന നിയമ തടസ്സമില്ല. കഴിയുന്ന തെക്ക് ഭാഗത്തേക്ക് കഴിയുന്നതും കുഴികൾ വേണ്ട എന്നുള്ള രീതിയിൽ കൂടെ കണക്കെടുക്കും. പടിഞ്ഞാറ് ഭാഗം നമുക്ക് ചെയ്യാം. പടിഞ്ഞാറിൻ്റെ മധ്യഭാഗത്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം സ്ഥലം നീളത്തിന്, അതായത് അവിടെ നമുക്ക് ഇപ്പോൾ 5 അടിയാണ് ഉള്ളത്. 5 എന്നുള്ള അങ്ങനെ നീളമാക്കി എടുക്കുകയാണെങ്കിൽ 2.5 അടി വീതി മതി. ഒരു 6 അടി 7 അടി നീളത്തിലെടുക്കാം. അങ്ങനെ ഉള്ള സ്ഥലത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് സെപ്റ്റിക് ടാങ്ക് എടുക്കുക. വലിയ സെപ്റ്റിക് ടാങ്ക് കാത്തെടുക്കാമല്ലോ, കുഴി കാത്തെടുക്കാം. ആ രീതിയിൽ ക്രമീകരിക്കണം. അല്ലാതെ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പല കോൺട്രാക്ടർമാരും പലരും തന്നെ ഈ വച്ചു വിൽക്കുന്ന വീട്ടിലേക്ക് ഈ ചില ആൾക്കാർ നോക്കും, എല്ലാം ഭയങ്കരമായിട്ട് പറയും. അവർ ചോദിക്കും സെപ്റ്റിക്, അതൊക്കെ അങ്ങോട്ട് വേറെ സ്ഥലം ചൂണ്ടിക്കാണിക്കും. പക്ഷേ യഥാർത്ഥമായിട്ട് കിടക്കുന്നവിടെ ആയിരിക്കും, ഈ കാർ പോർച്ചിനകത്തായിരിക്കും. അത് അതിനകത്ത് കയറി താമസിച്ചിരുന്നാൽ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടായി, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, വല്ലാത്ത കുരുക്കിലേക്ക് നമ്മൾ പെടും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമുക്ക് 2.5 സെന്റ് ആയിരുന്നാലും 1.5 സെന്റ് ആയിരുന്നാലും ശരി, ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും. അപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായി നമ്മുടെ തൃപ്പൂണിത്തുറ സ്വദേശിക്ക് മറുപടി നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം സാർ വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, നമുക്ക് സുലോചന എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് ചോദിച്ചിരിക്കുന്നത്. കിണറിന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും നല്ലത് കിണർ ഏത് ഭാഗത്ത് എടുക്കുന്നത്? നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും സുലോചന എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കിണർ ഏറ്റവും അനുയോജ്യം നമുക്ക് സാധാരണ പലർക്കും മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാം. അത് വടക്കിന് വീട് വയ്ക്കണമെങ്കിൽ ഒരു വടക്കിന്റെ ആ വീടിന്റെ വടക്കിന്റെ മധ്യം എടുത്തിട്ട് കിഴക്കോട്ട് കറങ്ങിയിട്ട് കിഴക്കിന്റെ മധ്യം. അപ്പോൾ കിഴക്കിൻ്റെ മധ്യം എടുത്ത് വടക്കോട്ട് ഇറങ്ങി വരണം. അതായത് മകരം, കുംഭം, മീനം, മേടൻ രാശികളിലാണ് നമുക്ക് കിണറാണ്. അതിൽ ഏറ്റവും നല്ലത് കുംഭൻ രാശിയിലും മീനൻ രാശിയിലും കിണർ വരുന്നതാണ് നല്ലത്. കോണിൻ്റെ കൂടെ, കോടി എന്ന് പറയാം, കോണ് ചേർത്ത് കിണർ എടുക്കരുത്, മാറി എടുക്കണം. ഒന്നീ കുംഭൻ രാശിയിൽ അല്ലെങ്കിൽ മീനൻ രാശിയിൽ കിണറെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അസ്ഥാനത്ത് കിണറെടുത്ത് പോയാൽ, ഉദാഹരണം തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണിൽ പിന്നെ കിണർ വന്നു പോയാൽ സർവനാശം ഫലം. അതായത് അഗ്നി വമിക്കുന്നിടത്ത് കിണറിന് അറിയാമല്ലോ കാര്യം. നമുക്ക് ഒരു കാര്യങ്ങൾ സാമ്പത്തിക ലോസ്, ബിസിനസ്സുകാരാണെങ്കിൽ തകർന്നു പോകും. എന്നും അസുഖങ്ങളായിരിക്കും.
പിന്നെ അതിന് വേറെ പോംവഴി എന്നൊക്കെ വെച്ച് എന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പിന്നെ കാരണം അവർക്ക് ഞങ്ങൾക്ക് വേറെ ഇവിടുത്തെ തന്നെ വെള്ളം കിണർ കുടിച്ച് കിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയാണ് ഒരു മന കെട്ടി നമ്മുടെ വീടുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഒരു മന കെട്ടി തിരിച്ചിട്ട് തൽക്കാലം ഒരു ചെറിയൊരു 2 അടി കയറ്റിയിട്ട് അകത്ത് കയറി എപ്പോഴും അകത്ത് കയറണ്ടല്ലോ, മോട്ടറൊക്കെ വെച്ചെടുക്കാമല്ലോ, അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് കന്നി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കഴിക്കും, അതും ദോഷം തന്നെയാണ്. ചില ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, വടക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് കൊണ്ടു കൊടുക്കും, വായു കൊണ്ടി കൊണ്ടു കൊടുക്കും. ഈ 3 ഭാഗവും ദോഷം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അതിന് അനുയോജ്യമായ സ്ഥാനത്ത് കണക്കൊത്ത രീതിയിലൊരു കിണർ വന്നാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. സാമ്പത്തികം, അതായത് കുടുംബത്തിലെ ഐശ്വര്യം ഉണ്ടാകും. പെൺകുട്ടികളുടെ കല്യാണക്കാരിയാവുന്നതിനും ശരി, ഭർത്താവിനുള്ള ജോലിയുടെ ഒരു പ്രൊമോഷൻ കാര്യം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഒത്തൊരു ഒരു കിണറെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അത് വലുതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കിണറിനോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടെ വന്നിട്ടുള്ളത്, ഈ കിണറിന്റെ വിസ്തൃതി എങ്ങനെയാണ്? വിസ്തൃതിക്ക് പ്രത്യേകമായിട്ട് ഒരു കണക്ക് വാസ്തുശാസ്ത്രത്തിലില്ല, അതാണ് സത്യം. നമുക്ക് സാധാരണ ഇതിലൊരു 4 അടി കിണർ എടുക്കാറുണ്ട്. ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഒരു പറമ്പിൽ വെച്ച് കൃഷിക്കും കൂടെ ആണെങ്കിൽ ഒരു വലുതായിട്ട് എടുക്കാറുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ റിങ്ങിൻ്റെ കണക്കെടുത്താണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ 1 മീറ്റർ റിങ്, 4 അടി റിങ്, 5 അടി റിങ്, ഇതൊക്കെ വെച്ചാണ് ഇപ്പോൾ കിണർ വെട്ടുന്നത്. പണ്ടത്തെ കാലത്ത് കണക്കെല്ലാം പോയി. റിങ് ഇറക്കി ചില ഭാഗത്തൊക്കെ ആണെങ്കിൽ മണലുള്ള ഭാഗമാണ്, റിങ് ഇറക്കി വെട്ടി താഴോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ ഭൂമിയുടെ അത് പിന്നെ ലെയറായിട്ട് ഒരു ഏറ്റവും ടോപ്പ് നല്ല സ്ട്രോങ് ആയിരിക്കണം, അടുത്ത് കഴിഞ്ഞ് കുറച്ച് ലൂസായിരിക്കും, അങ്ങനെ ടോപ്പിലായി പോകും. ചില ഭാഗം വരുമ്പോൾ കഷ്ടകാലത്തിന് പാറയുണ്ടാവും, കുക്കിരി പാറയുണ്ടാവും. ഭൂമിയുടെ മണ്ണിൻ്റെ ഘടന പലതും പല രീതിയിലാണ്. പിന്നെ നല്ലൊരു കിണറൊക്കെ ഭാഗ്യത്തിന് വെട്ടിക്കിട്ടണ ഏറ്റവും നല്ലത് തന്നെയാണ്. എന്തായിരുന്നാലും ഇപ്പം അതിന് പ്രത്യേക ഒരു കണക്കൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ സ്ഥല സൗകര്യവും കണക്കെടുത്ത് നമുക്ക് ചെയ്യാം. തീർച്ചയായും. അപ്പോൾ കിണറിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സംശയത്തിന് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉചിതമായ കിണർ എന്ന് പറയുന്നത് ആ വീടിന്റെ സൗഭാഗ്യത്തെയും ഐശ്വര്യത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു കിണർ നിങ്ങൾ കൃത്യമായ ഒരു കണക്കിൻ പ്രകാരം വാസ്തു ആചാര്യന്റെ കൂടെ ഒരു കൺസൾട്ടേഷൻ പ്രകാരം തന്നെ എടുക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ചാനൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം.